അമ്മവാ, ചാരുവിന്റെ ബോറടിയൊക്കെ ഇന്നൊരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഞാൻ അശ്വതിയെ കൊണ്ടുപോകുമ്പോ ഇതുപോലെ തന്നെയായിരുന്നു. ഒന്നും മിണ്ടാതെ നാണത്തോടെ തല കുനിച്ചിരിക്കുകയായിരുന്നു പാവം. നീ അശ്വതിയെ കല്യാണം കഴിച്ച് എങ്ങോട്ട് കൊണ്ടുപോയി എന്നാ പറഞ്ഞത്? അല്ല, ഞാൻ അശ്വതിയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴുള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല രമേശ, നീ ഒരു രാഷ്ട്രീയക്കാരനല്ലേ, എന്തിനാണോ ഇങ്ങനെ വടി കൊടുത്ത് അടി വാങ്ങുന്നേ? അതൊരു ശീലമായി പോയി ഗോവിന്ദമാമ. രാഷ്ട്രീയത്തിൽ അടിക്ക് തിരിച്ചടിയെന്നാണല്ലോ. എന്നിട്ട് അടിയൊന്നും കാണുന്നില്ലല്ലോ, തിരിച്ചടി മാത്രമല്ലേ ഉള്ളൂ. അല്ല, അത് പിന്നെ ഇവന്റെ കാര്യം. അശ്വതി, അനുമോളെ, എന്താ അച്ഛാ? ചാരിമോൾക്കും ആകാശിനുമായിട്ട് എന്റെ മുറി റെഡിയാക്ക. നല്ല ഉറക്കത്തില. എന്താടി പതിവില്ലാതൊരു ക്ലീനിങ് ഒക്കെ? അമ്മ ഒന്ന് അപ്പുറത്തേക്ക് പോയേ. ആദ്യരാത്രിക്ക് വേണ്ടി ഈ റൂമൊന്ന് വൃത്തിയാക്കി സെറ്റാക്കട്ടെ. ആദ്യരാത്രി? ആരുടെ ആദ്യരാത്രി? വേറെ ആരുടെയാ? ആകാശിന്റെ ചാരുവിന്റെയും. ഡേ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. എടി, ഒരുത്തൻ കെട്ടാതിരുന്നിട്ട് അത് നടക്കാതെ വന്നപ്പോ തൂണും ചാരി നിന്നിട്ട് കെട്ടിക്കേറി വന്നവൾക്ക് ആദ്യരാത്രിയോ? അതും എന്റെ റൂമില്? ഇറങ്ങടി. അമ്മേ, ഇവിടെ വേറെ മുറികളുണ്ടല്ലോ, അമ്മ അങ്ങോട്ട് പോ. ഡേ, ഇറങ്ങി പോടി. അമ്മേ, നീ മിണ്ടരുത്, ഇറങ്ങ്. രണ്ടും കൂടി ഇറങ്ങി പോന്മേ. അവിടെ അവന്റെ ഒരു ആദ്യരാത്രി.